വാർത്തയിലേക്ക്. കലൂർ സ്റ്റേഡിയത്തിലെ വിവാദ നൃത്ത പരിപാടിയുമായി ബന്ധപ്പെട്ട കേസിൽ ഒന്നാം പ്രതിയും സംഘാടകരായ മൃദംഗ വിഷന്റെ MD-യുമായ നികോഷ് കുമാർ അറസ്റ്റിലായി. പാലാരിവട്ടം പോലീസാണ് നികോഷ് കുമാറിനെ അറസ്റ്റ് ചെയ്തത്. വിശദാംശങ്ങൾ വിഷ്ണു സുരേഷ് നൽകും കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, ഇദ്ദേഹം ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് ചോദ്യം ചെയ്യലിന് നേരിട്ട് ഹാജരായത്. അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതൊക്കെ വകുപ്പുകൾ ചുമത്തിയാണ്? സ്റ്റേഷൻ ജാമ്യം കൊടുത്ത് വിട്ടല്ലോ നേരത്തെ പലരെയും, അങ്ങനെ വിടുമോ നികോഷ് കുമാറിനെയും? വിജയകുമാർ അങ്ങനെ വിടാൻ സാധ്യതയില്ല. BNS 110 ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് നികോഷിനെതിരെ കേസ് എടുത്തിരിക്കുന്നത്. നേരത്തെ ഈ ബെയിലബിൾ ആയിട്ടുള്ള വകുപ്പ് ഇട്ടതിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. പിന്നീട് നടത്തിയ പരിശോധനയിലാണ് പോലീസ് ഇത് അത്യന്തം ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന കണ്ടെത്തലുണ്ടാകുകയും പിന്നീട് ഈ വകുപ്പുകൾ ഓൾട്ടർ ചെയ്യുകയും ചെയ്തു. ആ ഒരു പശ്ചാത്തലത്തിലാണ് BNS 110 ആഡ് ചെയ്തത്. ആ വകുപ്പ് പ്രകാരമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഇന്ന് 2 മണിയോടുകൂടിയാണ് നികോഷ് കുമാർ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലെത്തിയത്. നേരത്തെ ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു അന്വേഷണമായി സഹകരിക്കണം, അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപിൽ ഹാജരാകണം. അതിൽ പ്രകാരമാണ് ഇന്ന് അഭിഭാഷകനുമൊപ്പം അയാൾ എത്തിയത്. 2 മണിയോടുകൂടി ആരംഭിച്ച ചോദ്യം ചെയ്യൽ അത് 10 മണിയോടുകൂടി ആകുമ്പോൾ അറസ്റ്റിലേക്ക് മാറുന്നു. നാളെ നികോഷിനെ കോടതിയിൽ ഹാജരാക്കും. ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ 3 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. ഒന്ന് ഈ മൃദംഗ വിഷന്റെ CEO ആയ ഷമീറാണ്. മറ്റൊന്ന് ഈ ഓസ്കാർ ഇവന്റ് മാനേജുമായി ബന്ധപ്പെട്ട കൃഷ്ണകുമാർ, ഒപ്പം സ്റ്റേജ് നിർമ്മിച്ച ബെന്നി. ഇവർ 3 പേരുമാണ് അറസ്റ്റിലായത്. എന്നാൽ ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി എന്ന് വിശേഷിപ്പിക്കാവുന്നത് നികോഷ് കുമാറിനെയാണ് നിലവിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ നികോഷ് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കുകയാണ് പോലീസിന് മുമ്പ് ചെയ്തത്. തനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് മറ്റു വീഴ്ചകൾ സംഭവിച്ചിട്ടില്ല, സംഘാടനത്തിലടക്കം പിഴവുകൾ സംഭവിച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു കേസ് കൂടി നികോഷിനെതിരെ നിലനിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ അതിൽ കൂടി അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസ് ഇന്നലെ രജിസ്റ്റർ ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള അറസ്റ്റും ഉണ്ടാകാനുള്ള സാധ്യത നമ്മൾ കാണുന്നു. നാളെ നികോഷിനെ കോടതിയിൽ ഹാജരാക്കും. വിജയകുമാർ. മൃദംഗ വിഷന്റെ MD-യാണ് നികോഷ് കുമാർ. നികോഷിനെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പാലാരിവട്ടം പോലീസാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. നാളെയാണ് കോടതിയിൽ ഹാജരാക്കുക. അപ്പോൾ സ്റ്റേഷൻ ജാമ്യം കിട്ടുന്ന വകുപ്പുകളല്ല, കോടതിയിൽ ഹാജരാക്കി കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടുമോ എന്നാണ് ഇനി അറിയേണ്ടത്. കൂടുതൽ ചോദ്യം ചെയ്യൽ നടക്കുന്നുണ്ട്. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.